വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചു എന്നുള്ളത്. നമ്മൾ ആ ഒരു സീനുകളിൽ നമുക്ക് വ്യക്തമാവുന്നത് ടി വിക്കുടെ നേതാക്കന്മാരാരും തന്നെ വലിയൊരു ഗൗനം രാഹുൽ ഗാന്ധിക്ക് നൽകുന്നില്ല. അത് മാത്രമല്ല, ഉയർന്നു കേട്ടത് വന്ദേ മാതരമാണെന്ന്. അവരുടെ ഈ തമിഴ് ഭക്തി ഗാനത്തിന് മുമ്പ്, തമിഴ് ദേശീയ ഗാനത്തിന് മുമ്പ് അവർക്ക് നമുക്കറിയാലോ പ്രത്യേക തമിഴ് ഗാനമുണ്ട്. അതിനു മുമ്പ് ഉയർന്നു കേട്ടത് വന്ദേ മാതരമാണ് എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത് വിജയ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയത് മോഡിയുടെ അജണ്ടയാണ്. മോഡിയുടെ അജണ്ട വിജയ് നടപ്പാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ പുല്ലുവിലയാണ് ഇദ്ദേഹം കൽപ്പിക്കുന്നത് എന്ന്. അതിനെങ്ങനെയാണ് അപ്പോൾ വിലയിരുത്തുന്നത്? ഇതിപ്പോഴേ ഈ നഷ്ടപ്പെട്ടു പോയവർക്ക് എപ്പോഴും രാഹുൽ ഗാന്ധി ഒരു ടാർഗറ്റാണ് ഇവിടെ എല്ലാവർക്കും. അതിന് കാരണം എന്താ? മോഡിയായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഒരു ടാർഗറ്റ് ആവുന്നതിന് കാരണം അതാണ്. ഇപ്പൊ പിണറായി വിജയന് നേരിട്ട് ഫൈറ്റ് ചെയ്ത സതീശൻ ഒരു ടാർഗറ്റ് ആയത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ എപ്പോഴും എതിർക്കുന്നവർ ഒരു ടാർഗറ്റ് ആയിരിക്കും. അതുപോട്ടെ. ഇനി വിജയുടെ ചരിത്രം നമുക്ക് എടുത്താൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ് മാറ്റി എഴുതപ്പെടാൻ പോകുന്നത്. കാരണം തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ബഹുകക്ഷി സർക്കാർ വരുന്നത്. ഇതിനു മുമ്പൊക്കെ ഏകകക്ഷി സർക്കാരാണ്. DMK ആയാലും ADMK ആയാലും ഒക്കെ ഏകകക്ഷി. അതിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്തും ബഹുകക്ഷി സർക്കാർ വന്നിട്ടില്ല. ഏകകക്ഷി സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി വരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, TVK നേതാവ് വിജയ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണ്. ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനിയാണ്. അയാൾ നാളെ കയറി മോഡിയുടെ പിന്നാലെ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അത് നടക്കൂല. കാരണം ഇവാഞ്ചലിസ്റ്റുകളെയൊക്കെ അടിച്ച് തപ്പറൊക്കെയാണ് അവിടെ. ഈ മറ്റേ ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ. അതുകൊണ്ട് അത്തരം വാചകങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ ജാതി മതമൊന്നുമല്ല വിഷയം. രാഹുൽ ഗാന്ധി ഇതിന് പിന്തുണ കൊടുക്കും. അതിൽ തന്നെ തർക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യ മുന്നണി പൊളിച്ച് രാഹുൽ ഗാന്ധി പോയി എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ മത്സരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വിജയോടായിരുന്നു താല്പര്യം. ആദ്യമല്ല, ഇപ്പോഴൊന്നുമല്ല. രാഹുൽ ഗാന്ധിക്ക് വിജയോട് താല്പര്യമില്ല. വിജയ്ക്കാണ് അവിടെ കൂടുതൽ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ആക്സിസ് സർവേ ഒക്കെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും സർവേ ഉണ്ടാവും. DMK മുന്നണിക്ക് പരാജയം വരാൻ പോവാണ്. DMK മുന്നണിക്ക് നേരിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ BJP ADMK മുന്നണിയെ തോൽപ്പിക്കാൻ വിജയിനാണ് കഴിയുക. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താ? പ്രാദേശിക പാർട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടികൾക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്രത്തിൽ ഒന്നുമില്ല കോൺഗ്രസിന്റെ കൂടെ അല്ലെങ്കിൽ BJPയുടെ കൂടെ നിന്നേ പറ്റൂ. എല്ലാ പ്രാദേശിക പാർട്ടികളും ചില വഴക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അഖിലേന്ത്യാ തലത്തിലില്ല. മാത്രമല്ല കേന്ദ്രത്തിൽ ഇപ്പോൾ നോൺ ഫെഡറൽ ആയ ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ഫെഡറൽ ഭരണഘടന തകർക്കുന്ന ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള ഓൺസ്ലോട്ടുകൾ, അതായത് അതിക്രമങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ, ഇലക്ഷൻ കമ്മീഷൻ, ED എല്ലാം വരുന്നൊരു ഘട്ടത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടും മമതാ ബാനർജി പറഞ്ഞെന്താ? ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗം നിൽക്കുന്നതന്നെ അവർ പറഞ്ഞു. ഞാൻ വിട്ടു നിൽക്കില്ല. കാരണം പ്രതിപക്ഷം ഒന്നിക്കണം ഇത്തരം ഓൺസ്ലോട്ടിനെതിരെ. കാരണം അവരിപ്പോ ഇതേ നിലപാട് DMK സ്വീകരിച്ചില്ല. അല്ല, വരട്ടെ, DMKയുടെ കാര്യം വരാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇന്ന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തി TVK ആണ് എന്ന് വന്നിട്ടുണ്ട്. അവരാണ്. മാത്രമല്ല TVKയുടെ ആദ്യം മുതൽ നിങ്ങൾ നോക്കുക, ആദ്യം മുതൽ തന്നെ അവർ BJP ആയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. വിജയന് വേണ്ടി BJP ആയിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയെങ്കിൽ ഇപ്പം BJP ഭരിച്ചേനെ തമിഴ്നാട്. ഇതിൽ ഈസിയാണ്. കാരണം അയാൾക്ക് കേസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വാഷിംഗ് മെഷീനിൽ അയാൾ അലക്കിയെടുത്ത് അയാൾ എല്ലാ കേസും മാറ്റി അയാൾ മുഖ്യമന്ത്രി ആവുന്നതിന് BJPക്ക് ഒരു കുഴപ്പമില്ല. ഒരു 10-30 സീറ്റ് BJP പിടിക്കുകയും ചെയ്തേനെ അയാളുടെ കൂടെ നിങ്ങൾ BJP. പക്ഷേ BJPയുമായി ഒരു കാര്യത്തിൽ നിൽക്കില്ല എന്നും ഒരു ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് താൻ കൈകാര്യം ചെയ്യുന്നതെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. അപ്പം 3 ദ്രാവിഡ കക്ഷികൾ അവിടെ വന്നു. അതാണ് പ്രശ്നം. DMK ഉണ്ട്, ADMK ഉണ്ട്. ADMK ഇപ്പോൾ BJPയുടെ കൂടെയാണ്. ഇവരും ഉണ്ട്. എന്താ പറയുക, TVK ഉണ്ട്. ഇതിലാരും എഴുത വരുമെന്ന് പറയാൻ ഇത്തിരി വിഷമമാണ്. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് TVK ആണ്. വളരെ ക്ലിയറാണ്. BJPക്കെതിരായി TVK നിർത്തേണ്ട ചുമതല ഇന്ത്യ മുന്നണിക്കുണ്ട്. കാരണം അയാൾ ഏതെങ്കിലും വിധത്തിൽ തർക്കങ്ങൾ വന്നാൽ അയാൾക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നാളെ BJP സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു. അയാൾ ആയെങ്കിലോ ADMK വന്നതാണ്. ADMK പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു വന്നാണ്. അയാൾ പറഞ്ഞു BJP ബന്ധമുണ്ടെങ്കിൽ പറ്റില്ല. അതാണ് അയാളുടെ നിലപാട്. ഞാൻ പറഞ്ഞു അയാളുടെ രാഷ്ട്രീയം വളരെ ക്ലിയറാണ്. ഇനി രാഹുൽ ഗാന്ധി വിജയിനെ അവഗണിച്ചോ, നേതാക്കൾ കണ്ടോ കണ്ടില്ലയോ, അതിനേക്കാളൊക്കെ പ്രധാനം എന്താണ് രാഹുലും വിജയും തമ്മിലുള്ള ബന്ധം എന്നാണ്. ആ ബോണ്ട് വളരെ ശക്തിയാണെന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം ആലോചിക്കാതെ ഈ 5 MLA TVKക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. അതിൽ ഉണ്ടാവാം, അതിലൊരു DMKക്ക് എതിർപ്പുണ്ടാവുമല്ലോ.
അതിപ്പോൾ CPM ഒക്കെ മുസ്ലിം ലീഗും ഒക്കെ ജയിച്ചത് DMK യുടെ പിന്തുണയോട് കൂടിയല്ലേ. DMK മുന്നണിയിൽ നിന്നിട്ടില്ലേ. സ്വാഭാവികമായും അവർക്ക് എതിർപ്പുണ്ടാവണം. കാരണം ഞങ്ങളുടെ മുന്നണി ഇപ്പോൾ LDFന്റെ കൂടെ ഒന്ന് ജയിച്ച 2 കക്ഷികൾ CPIക്കാർ നാളെ UDFനെ സപ്പോർട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? അത് തെറ്റല്ലേ? അത് ചെയ്യുന്നത് ധാർമ്മികമായി തെറ്റുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പൊ BJP ഇവിടെ ഒരു വലിയ കക്ഷിയായി നോക്കിയ UDFും LDFും BJP ഉണ്ട്. UDFനാണ് കൂടുതൽ സീറ്റുള്ളത്, LDFന് സീറ്റ് കുറവാണ്. BJP തൊട്ടടുത്ത് നിൽക്കുന്നു. BJP മന്ത്രിസഭ ഉണ്ടാക്കാതിരിക്കാൻ ചിലപ്പോൾ LDFിലെ ആളുകൾ UDFനെ സപ്പോർട്ട് ചെയ്തു എന്ന് വരും, അല്ലെങ്കിൽ തിരിച്ചു. കാരണം എന്താ, BJP അതിൽ ഇടപെടാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒരു മുന്നണിയോട് BJP പോയാൽ തീർന്നില്ലേ? കോൺഗ്രസിൻ്റെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ BJP പോയാൽ തീർന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്തായാലും DMKയോട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന DMKയോട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നത്തെ ചാൻസ് എന്താ? അതുകൊണ്ടാണ് കോൺഗ്രസ് നിന്നത്. കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് ആദ്യം മുതലേ വിജയാണ് കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോ കണ്ടപ്പോൾ ചിരിച്ചില്ല, കണ്ടില്ല, ഇത്തരം വർത്തമാനങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലെ വളരെ ഉപരിപ്ലവമായൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ TVക്ക് നേതാക്കന്മാർ അത്ര രാഷ്ട്രീയമുള്ളവരൊന്നുമല്ല. ആ പൊട്ടന്മാർക്ക് രാഹുൽ ഗാന്ധി അറിഞ്ഞോളണം തന്നെയില്ല. ഇത് ആരെ നിൽക്കണമെന്ന് അറിയണ്ടേ? നമ്മുടെ ഇവിടുത്തെ 2020 മത്സരിച്ച പോലെയാണ് അവിടെ മത്സരിച്ചത്. രാഷ്ട്രീയ പാർട്ടിയാണ്. അവരത് മുമ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലേ? ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സാധാരണ മനുഷ്യരില്ലേ? അവരൊരു പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം അത്ര നോക്കിയിട്ടുണ്ടാവില്ല. ആ ഇനി നേരെ മറിച്ച് വിജയാണ് തീരുമാനിക്കേണ്ടത് അക്കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അവിടെ മന്ത്രിസഭ വരും, കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കിട്ടും. CPM എടുക്കുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് മന്ത്രിസ്ഥാനം എടുക്കും. കോൺഗ്രസിന് ആദ്യമായിട്ടാണ് 1967 ശേഷം തമിഴ്നാട്ടിലൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നത്. 60 വർഷം കഴിഞ്ഞു കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം ഉണ്ട്. 60 വർഷം കഴിഞ്ഞു. മന്ത്രിസ്ഥാനം കിട്ടുക എന്നുള്ളത് ഏത് പാർട്ടിക്ക് ഇന്ന്, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ട്രെങ്ത് ആണത്. ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളൊരു സ്ട്രെങ്ത് ആണ് തമിഴ്നാട്ടിൽ. അത് നോക്കട്ടെ, അതിൻ്റെ ഭാവി എന്ത് വരുന്നല്ലേ. ഇനി വന്ദേമാതരത്തിലേക്ക് വന്നാൽ അത് വിജയ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. വന്ദേമാതരം പാടണമെന്ന് ഇവരാദ്യമേ പറഞ്ഞു. ആര്? ഈ ഗവർണറുടെ ഓഫീസ്. അവർ പാടി കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ഇതിൻ്റെ കുഴപ്പം മനസ്സിലായി. വേഗം തമിഴ് മറ്റേ പാട്ട് പാടി. മാത്രമല്ല ഇനിയൊരു ഫംഗ്ഷനിലും ആദ്യം തമിഴ് ദേശീയ ഗാനേ പാടുള്ളൂ, വന്ദേമാതരം പാടില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഒന്നാമത് അയാൾ അത്ര പരിചയമുള്ള ആളൊന്നുമല്ല. ഇപ്പൊ ഇതിന്റെ ഒന്നും ഞാൻ പറയാം, അതൊരു രാജ്യദ്രോഹ കുറ്റമാവോ? ഒന്നുമില്ല. വന്ദേമാതരം പാടണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതിപ്പോ എഴുതി വെച്ചു, ഇത് വയ്ക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത് അയാൾ ഇതുവരെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒരു ചടങ്ങ്, ഒരു ഒഫീഷ്യൽ ചടങ്ങ്, ഒരു പ്രശ്നമുണ്ട്. ഒഫീഷ്യൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒന്നും പരിചയമില്ലാത്ത ആളുടെ അടുത്ത് ചെന്ന് നമ്മളതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒപ്പിടൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയും. അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് രണ്ടാമതാ പോവുക. കാരണം അയാളത്ര പൊളിറ്റിക്കലി അങ്ങനെ ഒരു സംഗതിയല്ല. നേരെ മറിച്ച് അയാൾ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നിട്ടില്ല. ഇനി പൊളിറ്റിക്സില്ല എന്നല്ല, ചില സ്ഥലത്ത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ അയാൾ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ഇയാൾ അതുപോലെയല്ല. ഇയാൾക്ക് ഇത് എവിടെ ഒപ്പിടേണ്ടതെന്നോ എന്താ ഒപ്പിടേണ്ടതെന്ന് പോലെയൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പോയില്ല, ഒരു MLA ഒരാൾ പുതുതായി ജയിച്ചു എന്നാൽ MLA-മാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്താ കാര്യം? അവിടുത്തെ ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ MLA അല്ലാത്ത ഒരാൾ പഠിച്ചോളണമെന്നില്ല. ഇപ്പം എന്നോട് ചിരിക്കൽ പറഞ്ഞോളണമെന്നില്ല. MLA ഞാൻ നാളെ MLA ആയി ഞാൻ പോയതൊക്കെ പഠിക്കണം. റൂൾ 65 എന്താണ്, റൂൾ 24 എന്താണ്, മറ്റേ റൂൾ എന്താണ്, എപ്പോഴാണ് അടിയന്തര പ്രമേയം, എപ്പോഴാണ് ഇറങ്ങി പോകേണ്ടത്, എപ്പോഴെങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത്, ഇതൊക്കെ അറിയണ്ടേ? അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇതൊന്നും അറിയാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതും അയാൾ മൊത്തം കൺഫ്യൂഷനിലായിരുന്നു. ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ, ഗവർണർ സമ്മതിക്കുമോ, ഗവർണർ ഉടക്കുമോ, ഭൂരിപക്ഷം ഉണ്ടാവോ, ഒരാൾ കൊടുക്കുന്നു പിൻവലിക്കുന്നു, മറ്റേ കൊടുക്കുന്നു പിൻവലിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞേ അത്രയും കൺഫ്യൂഷനിൽ നിൽക്കുന്ന നേരത്തെ ഒരു വന്ദേമാതരം പാടി എന്നുള്ളത് അയാളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇനി അതയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇപ്പം ഞാൻ ഗവർണറുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വന്ദേമാതരം പാടിയാൽ ഞാൻ വരുമ്പോൾ വന്ദേമാതരം പാടരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനല്ലെങ്കിൽ എനിക്ക് അറിയണം ആദ്യം വന്ദേമാതരം പാടും, അതിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ അറിയണം, എതിർക്കണം. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല. വിജയ് എന്ത് ചെയ്യാൻ പോകുന്നു, തമിഴ്നാട്ടിൽ വിജയ് എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത്, അത് വളരെ ക്രിട്ടിക്കലായ ഒരു ചോദ്യമാണ്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയുമോ, അതോ അടിപതറുവോ അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ മാൻഡേറ്റ് പോവും, വീണ്ടും DMKയും ADMKയും അധികാരത്തിലേക്ക് വരികയും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലിപ്പോഴുള്ള ഒരു തർക്കം വെച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് യൂസ്ലെസ് ആണ്. ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ ഭാവിയാണ് പ്രധാനമെന്നാണ് ഞാൻ കാണുന്നത്.